ഓമനിച്ചു വളർത്തിയ 2 പെൺകുട്ടികളിൽ ഇളയവളാണ് രേഷ്മ. ഞങ്ങൾ കൂട്ടുകാരെ പോലെയായിരുന്നു. എവിടെ പോവാണെങ്കിലും ആരുണ്ടെങ്കിലും അവളെ എന്നെ പിടിക്കുന്നത്. ഷീല ചേച്ചിക്ക് ജന്മനാ കാഴ്ചശക്തിയില്ല. 14 വയസ്സുവരെ പൂർണ്ണമായും കാഴ്ചശക്തി ഇല്ലാതിരുന്ന ജയരാജേട്ടനാകട്ടെ നിരന്തര ചികിത്സകളുടെ ഫലമായി 20% കാഴ്ച തിരിച്ചു കിട്ടി. പക്ഷേ കണ്ണടയില്ലേൽ ഒന്നും കാണാൻ കഴിയില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ചേച്ചി. എല്ലാം ചെയ്യും. 2 മക്കളെ ഞങ്ങളല്ലേ വളർത്തി കൊണ്ടുവന്ന് ഈ പരുവത്തിലാക്കി. ജന്മനാ കാഴ്ചയില്ല. ഇല്ല. തൃശ്ശൂരുകാരിയാണ്. 2 മക്കളെയും ഡിഗ്രി വരെ പഠിപ്പിച്ചു. 2 പേർക്കും ജോലിയുണ്ട്. 2 പേർക്കും സന്തോഷിക്കാൻ ദൈവം 2 പെൺമക്കളെയാണ് നൽകിയത്. അവരെ സന്തോഷത്തോടെ ഉള്ളതിൽ പങ്കുവെച്ച് നല്ലതുപോലെ വളർത്തി പഠിപ്പിച്ചു. അതിൽ ഇളയ മകളെയാണ് നഷ്ടമായത്. ഭർത്തൃ വീട്ടുകാർ ആത്മഹത്യ എന്ന് പറയുമ്പോഴും അത് സമ്മതിച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. എൻ്റെ മോള് ആത്മഹത്യ ചെയ്തെന്നാണ് അവർ പറഞ്ഞത്. നമുക്കറിയില്ല. കാരണം അവിടെ ചെന്ന് ഇവർ കണ്ടപ്പോൾ കെട്ടിത്തൂങ്ങിയതായിട്ട് തോന്നിയില്ല. കാരണം അവിടെ അയലക്കത്തുകാരും പറഞ്ഞത് അങ്ങനെയാണ്. താഴെ കട്ടിലേക്ക് കിടക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അകത്ത് കയറി മോളെ. അന്നേരം എൻ്റെ കൂടെ 2 സുഹൃത്തുക്കളുണ്ട്. അപ്പം നമുക്കെല്ലാം ഇച്ചിരി ഇപ്പോൾ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ദൂരേക്ക് അല്ല അടുത്ത് ചെന്നാലും അത്ര ഇതായാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്ന് മോളെ കാണുമ്പോൾ മോളുടെ വലത് കവിളിൽ അടിച്ച പാടുണ്ട്, മരിച്ചു കിടക്കണം. അപ്പം അത് എൻ്റെ കൂട്ടുകാരൻ ഉണ്ണി, അജി എന്ന് പറഞ്ഞ 2 സുഹൃത്തുക്കളാണ്. അവർ പറഞ്ഞ് ഇന്ന പോലെ അവളുടെ മുഖത്ത് വിരലിൻ്റെ പാടുണ്ട്, ഈ പാട് അത് തല്ലിയതാ അല്ലതായിരിക്കും എന്ന് പറഞ്ഞു. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്ന ഉൾക്കണ്ണിന്റെ തീഷ്ണതയിൽ ഇരുവരും പറയുന്നു. കൈ മുറിച്ചു എന്ന് പറഞ്ഞു. കൈ മുറിച്ചെങ്കിലും ബ്ലഡ് ഒഴുകിയിട്ടൊന്നുമില്ല. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഡ് വന്ന് ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മോള് ഒരിക്കലും ചെയ്യില്ല. മകളെ നഷ്ടമായി. കേസ് കൊടുത്തിട്ട് 100 ദിനരാത്രങ്ങൾ പിന്നിടുമ്പോഴും പോലീസ് തങ്ങളെപ്പോലെ തന്നെ ഇരുട്ടിൽ തപ്പുകയാണെന്ന് ഈ അന്ധദമ്പതികൾ പറയുന്നു. നീതി ലഭിക്കുക എന്നുള്ളത് നമുക്ക് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കില്ല. എന്നാലും നമ്മൾക്ക് നീതി ലഭിക്കണം. ഭിന്നശേഷിക്കാർക്ക് എല്ലാ നീതി കൊണ്ട് എല്ലാം നടപ്പാക്കുമെന്ന് പറഞ്ഞ് ഈ 100 ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ നീതി ഇപ്പോഴും നമ്മൾ തെരുവിൽ കളക്ട്രേറ്റിൻ്റെ വാതിക്കലും വെയിലത്ത് കിടക്കുന്ന, ഇന്നലെ കാഞ്ഞ വെയിലത്തും അവിടെ പോയി കിടക്കുക എന്നുള്ളതല്ലാതെ എന്താണ് നമുക്ക് നീതി കിട്ടുന്നത്? കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ ആ പകലന്തിയോളം അവർ സമരമിരുന്നു, നിരാഹാരമിരുന്നു. നീതിക്ക് വേണ്ടി. നീതി കിട്ടണം. പിന്നെ മകൾക്കുള്ള ഗതി കൊച്ചുമകൾക്കുണ്ടാകാതിരിക്കാൻ കുഞ്ഞിനെയും വിട്ടുകിട്ടണം. അതാണ് ഇരുവരുടെയും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഞങ്ങളുടെ മോള് പോയി, ഞങ്ങൾ കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഞങ്ങളുടെ പേരക്കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടണം. അല്ലെങ്കിൽ ഞങ്ങളുടെ മോളുടെ ഗതിയാവും കുഞ്ഞിന്. അകക്കണ്ണിന്റെ തീഷ്ണതയിൽ നെഞ്ചുരുകി ഉള്ളുരുകി അവർ പ്രാർത്ഥിക്കുകയാണ് മകളുടെ നീതിക്ക് വേണ്ടി, കൊച്ചുമകളെ കിട്ടാൻ വേണ്ടി. രേഷ്മയുടെ മരണം കഴിഞ്ഞിട്ട് ഇന്ന് 100 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇപ്പോഴും മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ലെന്ന ചോദ്യമാണ് അന്ധദമ്പതികളായ ജയരാജേട്ടനും ഷീല ചേച്ചിയും ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ. മനു ബാബുവിനൊപ്പം ഐപ്പു വള്ളികാടൻ, ആലപ്പുഴ.